ഹലോ, എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ എന്ന് കരുതി ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ ഹസ്ബൻഡിന് ഊട്ടിയിലേക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. എന്നാൽ പിന്നെ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാം, ഒരു ഫാമിലി ട്രിപ്പും കൂടി ആയിക്കോട്ടെ എന്ന് കരുതി. വയനാട് വഴിയാണ് നമ്മൾ പോകുന്നത്. നല്ല കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഇതിലേ പോകുമ്പോൾ ഇവരെ കണ്ട് രണ്ട് വർത്തമാനം പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പുറകിൽ വരുന്ന വണ്ടി ഇവർ കാണില്ല, ഭക്ഷണം കിട്ടില്ലോ എന്ന് കരുതി എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ഓടി വരികയും ചെയ്യും. വണ്ടിയിൽ കയറിയിരുന്ന സമയം മുതൽ എല്ലാവരും പറയുന്ന കാര്യമായിരുന്നു മസ്സിനഗുഡി വഴി തന്നെ ഊട്ടിയിലേക്ക് പോകണം എന്നുള്ളത്. വാഴയിലകളൊക്കെ കൊണ്ടുപോകണ കണ്ടില്ലേ, ഊട്ടിക്കായിരിക്കും. തമിഴ്നാട് വെൽക്കംസ് യു. അങ്ങനെ നമ്മൾ കേരള ബോർഡർ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും തമിഴ്നാട് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എൻ്റെ ബ്രദറാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. അങ്ങനെ ഗൂഡല്ലൂർ എത്തിയപ്പോൾ മസിനഗുഡിക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ലെഫ്റ്റ് പോയേക്കാം. ഇനിയുള്ള കുറച്ചു നേരം കാട്ടിലൂടെയാണ് കേട്ടോ യാത്ര. ഇത് മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. കടുവ, പുലി, കാട്ടുപോത്ത് എന്നീ മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിലും കുറച്ച് കുരങ്ങന്മാരെയും മാനിനെയും ആനകളെയും കണ്ടു. കുറച്ചുകൂടെ മൃഗങ്ങളെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തെങ്കിലും മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് യാത്ര വല്ലാത്ത എക്സ്പീരിയൻസ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ വഴി വന്നത്. ശരിക്കും ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു വഴി ഊട്ടിയിലേക്ക് പോകാം. പീസ്ഫുൾ ആയിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഈ വഴി പോകാൻ കഴിയും കേട്ടോ. ഇനി നമുക്കൊരു 36 ഹെയർ പിൻ ബെൻസുള്ള ചുരമാണ് കയറാനുള്ളത്. ചുരം കയറി നേരെ എത്തുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ.